ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല കൊഴുപ്പ് മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ദാ മീനൊക്കെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴുപ്പ് മീൻ ചിലർ നെത്തോലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ദാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ. അപ്പോൾ ആ ചെറിയ തക്കാളി ഇതാ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇതാ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണേ. അപ്പം ലൈക്ക് തരാനൊക്കെ എല്ലാവർക്കും മടിയാണ്, ഒരു ലൈക്കും കൂടെ അടിച്ചേക്ക്. അപ്പോൾ ദാ തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കണേ. തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചതാട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സി കഴുകി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പം കൊഴുവ മീൻ കറിയൊക്കെ സാധാരണ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ അത് പീര വെക്കും വറക്കും ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ തേങ്ങ അരച്ച് ചാറ് വെക്കുന്നത് വളരെ കുറവല്ലേ. ഞങ്ങൾ അങ്ങനെ തേങ്ങ അരച്ച് ചാറ് വെക്കുന്നത് കുറവാണ്. പീര കേട്ടോ എപ്പോഴും വെക്കുന്നത് കൊഴുവ മീന്. പിന്നെ വറക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ എന്താ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കൊഴുവ മീൻ കറി ആട്ടോ വെക്കുന്നത്. കൊഴുവ അല്ലെങ്കിൽ നെത്തോലി, ഇത് പല പേരിലൊക്കെ ഇത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദാ ഒരു ചെറിയ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് ഒരു പകുതി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ദാ നമ്മുടെ മെയിൻ ഐറ്റമായ കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന, ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവ മീനും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഈ രീതിയിലൊക്കെ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ദാ മീനൊക്കെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയേ. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്നുകൂടി ഒന്ന് പതുക്കെ ഇളക്കി. അപ്പോൾ ദാ അധികം നേരം ഇട്ട് ഇളക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ കുഞ്ഞു മീനായതുകൊണ്ട് പെട്ടെന്ന് ഇതാകത്തില്ലേ. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അടുപ്പയിലേക്ക് വെക്കുക കേട്ടോ. അടുപ്പയിൽ വെച്ച് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ പതുക്കെ സ്പൂൺ കൊണ്ട് ഞാനൊന്ന് നോക്കുക കേട്ടോ, അടിക്ക് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ നോക്കുവാണേ. അപ്പോൾ അങ്ങനെ അടിക്ക് പിടിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതാ അടച്ച് വെച്ചേ. പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ മീൻകറി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടച്ചു വെച്ചത്. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ മീൻകറി, നെത്തോലി മീൻകറി വെച്ചാൽ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ദാ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.